അനുനിമിഷം ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും. നിങ്ങളും ഞാനും അത്ഭുതമായി കണക്കാക്കാത്ത വലിയൊരു അത്ഭുതം ഞാൻ പറയാം. ഉറക്കം ഒരത്ഭുതമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അതിനേക്കാളും വലിയ അത്ഭുതമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും, ഞാൻ ഉൾപ്പെടെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് മയങ്ങി വരാം. ഉറങ്ങുകയല്ലായിരുന്നു, മയങ്ങി. ആ മയങ്ങിയ നിങ്ങൾ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുന്നൊരു അത്ഭുതമാണ്. ഇന്ന് രാത്രി നിങ്ങളും ഞാനും നിങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നു. രാത്രി 10-നോ 10:30-ക്കോ 11-നോ നിങ്ങളുടെ ബെഡിൽ കയറി കിടക്കുന്നു. ആരാണ് നിങ്ങളുടെ കൺപോളകളെ തഴുകി ഉറക്കുന്നത്? അടുത്ത പ്രഭാതത്തിൽ 5-നോ 5:30-ക്കോ 6-നോ 6:30-ക്കോ 7-നോ 8-നോ ആരാണ് നിങ്ങളെ തട്ടി ഉണർത്തുന്നത്? ഒരു പക്ഷേ നിങ്ങളുടെ അപ്പനാ, നിങ്ങളുടെ അമ്മയാ, നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവാണ്, മൊബൈലാണെന്ന് പറയും. ശരിയാണ്. ഈ രാത്രി ഉറങ്ങാൻ പോകുന്ന നിങ്ങളെ എന്നെയും അടുത്ത പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരം തട്ടിയാൽ, ആര് തട്ടിയില്ലേലും നമ്മൾ ഉണരും. ദൈവകരം നമ്മളെ തട്ടിയില്ലെങ്കിൽ അപ്പൻ തട്ടിയ ഉണരില്ല, അമ്മ തട്ടിയ ഉണരില്ല, ഭാര്യ തട്ടിയ ഉണരില്ല, ഭർത്താവ് തട്ടിയ ഉണരില്ല, ഏത് ഡോക്ടർ തട്ടിയാൽ ഉണരില്ല. പ്രഭാതം തോറും നമ്മെ തട്ടി ഉണർത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം. എനിക്കൊരു സന്ദേശം ഒരാൾ അയച്ചു തന്നു. ഇന്നുണരേണ്ടവരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് ദൈവം എഴുതിനായി. നന്ദി. വായം തുറന്ന് കൈയൊന്ന് ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചു. 116-ാം സങ്കീർത്തനം പറയുന്നു, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ബന്ധനം അഴിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്തോത്രം പറയും. കേരളത്തിലെ യൂണിയൻ കൺവെൻഷനുകളിൽ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ എന്ന്. ചിലർക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, വായും ചാടാറില്ല. ചിലർക്ക് കൈ അടിക്കണമെന്നുണ്ട്, കഴിയില്ല. ചിലർക്ക് ശരീരം ഒന്ന് ചലിപ്പിക്കണമെന്നുണ്ട്, കഴിയില്ല. ബന്ധനം അഴിയപ്പെട്ടവന് മാത്രമേ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയൂ. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ജനമാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വാ തുറന്ന് കൈകളടിച്ച് അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. എല്ലാ ധരങ്ങളും ചലിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കരങ്ങളടിച്ചാട്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഓ ശമ റുഖുനി ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങളടിച്ചാട്ട്. നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും. ബന്ധനം അഴിയപ്പെട്ട ദൈവമക്കൾ മൗനമായിരിക്കരുത്, പരസ്പരം നോക്കരുത്, അങ്ങോട്ടിങ്ങോട്ട് നോക്കരുത്. ഈ രാത്രി ദൈവകരം നിന്നെ തൊടുന്ന രാത്രിയാകട്ടെ, ദൈവശക്തി വെളിപ്പെടുന്ന രാത്രിയാകട്ടെ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി നീ ഇവിടെ സ്തോത്രം പറയുമ്പോൾ അഖിലങ്ങളിൽ, നിന്റെ ഭവനങ്ങളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന പകലായി രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. ബന്ധനത്തെ ആഴിച്ചിരിക്കുകയാണ്. എൻ്റെ ബന്ധനത്തെ ആഴിച്ചിരിക്കുക, എൻ്റെ ബന്ധനത്തെ ആഴിച്ചിരിക്കുക, എൻ്റെ ബന്ധനത്തെ ആഴിച്ചിരിക്കുക. ഞാൻ നിനക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസായിരിക്കാം. ഈ സഭ സംഘടിപ്പിച്ച ഈ ഉണർവ് യോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനാ യോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ മുറിയിൽ കയറുന്നവനൊന്നും കയറുന്ന പോലെ ഇറങ്ങിപ്പോകയില്ല. എലീശ പ്രവാചകൻ ഒരു ശവവുമായി പ്രാർത്ഥനാ മുറിയിൽ കയറി. ഇറങ്ങിപ്പോയത് ജീവനുള്ളൊരു കൊച്ചുമായിട്ടാണ്. പ്രാർത്ഥനാ മുറിയിൽ നിന്റെ മരണം ജീവനായി മാറ്റപ്പെടും. പ്രാർത്ഥനാ മുറിയിൽ നിന്റെ വിലാപം നൃത്തമായി മാറ്റപ്പെടും. പ്രാർത്ഥനാ മുറിയിൽ നിന്റെ സങ്കടം സന്തോഷമായി മാറ്റപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, ഇതിനകത്ത് വന്ന ആരെയും കർത്താവ് വന്ന പോലെ അടയ്ക്ക് അയക്കില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ നമ്മെ ജീവനോടെ മടക്കി അയപ്പാൻ പോകുകയാണ്, സൗഖ്യത്തോടെ മടക്കി അയപ്പാൻ പോകുകയാണ്, ശക്തിയോടെ മടക്കി അയപ്പാൻ പോകുകയാണ്, സ്വാതന്ത്ര്യത്തോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. മൗനമായിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മനിറവിനാൽ നിറയപ്പെടണം.
ചിലർ പ്രവചിക്കുന്ന രാത്രിയാകണം. ഓ ചിലർ ദർശനം കാണുന്ന രാത്രിയായി മാറണം. ആത്മാവിൽ പുറപ്പെടുന്ന രാത്രിയായി മാറണം. ഹല്ലേലൂയ. പുസ്തകപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കും. പുസ്തകപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കും. കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഒരു നിമിഷം കണ്ണടയ്ക്കാം. കർത്താവേ, നമ്മുടെ സാന്നിധ്യത്തിനായി നന്ദി. നീ ഞങ്ങളോട് സംസാരിക്കാൻ പോകിയാൽ സ്തോത്രം. നമ്മുടെ ശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിപ്പാൻ പോകിയാൽ സ്തോത്രം. ഞങ്ങളിവിടെ സ്തോത്രം പറയുമ്പോൾ, ഇവിടെ ആരാധിക്കുമ്പോൾ, അകലങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളായിരിക്കുന്നിടത്തൊക്കെ ദൈവശക്തി രാത്രി വെളിപ്പെടാൻ പോകിയാൽ സ്തോത്രം. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ തലമുറ മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. അഭിഷേകം മുഖത്തെ തകർക്കുമെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഓഹോ, ഇത് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഞങ്ങളുടെ സന്താനത്തിന്മേൽ ദുഷ്ടൻ വെക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ മുഖങ്ങൾ തകർക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ കർത്താവേ. ഒടിക്കപ്പെടുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിപ്പാൻ പോകിയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നമ്മുടെ സന്താനങ്ങൾ, തലമുറകൾ ഉപദേശത്തിൽ ഉറപ്പുള്ളവരായി മാറണം. വചനം അവർക്ക് ക്ലിയർ ആക്കപ്പെടണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ ഏത് വിഷയവും ദൈവാത്മാവിൻ്റെ ഗൈഡൻസിലേ ഉള്ളൂ. ദൈവദാസൻ ഇന്നിവിടെ മൊത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ വിഷയം ഞാൻ എടുത്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചറിയാൻ കുറിച്ചു കൊടുത്തൊരു വാക്യം വേറെയാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും മുമ്പ് നമ്മൾ വിശ്വസിക്കുന്ന ഉപദേശം എന്തെന്ന് തറവായി അവർ പഠിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, പത്രോസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വചനം കേട്ടമിടയിൽ ആത്മാവ് വന്നു. ഞാൻ ഇന്ന് രാത്രി ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചിലരെ ഇന്ന് രാത്രി ദൈവം പുതുതായി അഭിഷേകം ചെയ്തിരിക്കും. എന്താണ് പരിശുദ്ധാത്മാവ്? ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ ആത്മനിറവ് പ്രാപിച്ച അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച ദൈവമക്കളെ ജനം ആക്ഷേപിച്ചു. തുത്തുക്കാരെന്നും ഹല്ലേലൂയക്കാരെന്നും സൂത്രക്കാരെന്നും കലക്കവെള്ളത്തിൽ മുക്കുന്നവരെന്നും പറഞ്ഞു. ചിലർ പറഞ്ഞു ഇതൊരു തരം ഹിസ്റ്റീരിയ രോഗമാണെന്ന്, ഞരമ്പ് രോഗമാണെന്ന്. അന്യഭാഷയും ആത്മനിറവും. വളരെ പ്രശസ്തനായ, നമ്മളൊക്കെ ലോകമൊക്കെ ആദരിക്കുന്ന ഒരു ഉപദേഷ്ടാവ് എഴുതി വെച്ചു, ഈ പുതുമഴയൊക്കെ പെയ്യുമ്പം ഒത്തിരി തകരകൾ മുളച്ചു വരും. അതുപോലെ മുളച്ചു വന്നതാണ് കുക്കു സാഹിബിൻ്റെയും ഉണ്ണൂണി സാറിൻ്റെയൊക്കെ പെന്തക്കോസ്. നല്ല വെയിൽ കിട്ടുമ്പം വാടുമെന്ന് പറഞ്ഞു. രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ഹോളിനകത്ത് പെന്തക്കോസിൻ്റെ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കും. ഉണ്ണൂണി സാറും കുക്കു സാഹിബും പി ഡി ജോൺസനും ഒക്കെ കടന്നുപോയി. പെന്തക്കോസ് ഇതുവരെ കടന്നുപോയില്ല. ഇത് കടന്നു പോകാൻ പോകുന്നുമില്ല. കാരണം ഇത് ഇവിടുത്തെ ആരുടെയും വകയല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാ. അപ്പൊ അന്ന് അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ ആരാധിച്ച നമ്മുടെ ദൈവമക്കള്, പിതാക്കന്മാർ, മാതാക്കൾ ഒത്തിരി അപമാനം സഹിച്ചു. അവർ പറഞ്ഞ് ഇതൊരു ഹിസ്റ്റീരിയ രോഗമാണെന്ന്. പക്ഷെ അന്ന് ഇത് ഹിസ്റ്റീരിയ രോഗമാണെന്ന് പറഞ്ഞവർ ഞങ്ങൾക്കും ഈ ഹിസ്റ്റീരിയ രോഗം വേണമെന്നും പറഞ്ഞിപ്പം നടക്കുക. ഹല്ലേലൂയായെയും സ്തോത്രത്തെയും കളിയാക്കിയ പലരും ഇപ്പൊ ഹല്ലേലൂയാന്നും പറഞ്ഞ് തുടങ്ങിയാൽ നിർത്തുന്ന പരിപാടിയില്ല. സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം, സ്റ്റോപ്പ് ചെയ്യാൻ അറിയില്ല. ഞാൻ കൂടെ പറയും, ഈ സ്തോത്രത്തെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി സ്തോത്രം പറയിപ്പിക്കും. ഹല്ലേലൂയയെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി ഹല്ലേലൂയ പറയിപ്പിക്കും. ചിലർ ഇവിടെ നിന്ന് സാക്ഷിയും പ്രസംഗിക്കുകയൊക്കെ പറയുമ്പോൾ കേൾക്കത്തില്ല, ഓരോ വാക്കിനും സ്തോത്രവും ഹല്ലേലൂയയും പറയും. സ്ഥാനത്തും അസ്ഥാനത്തും ഞാൻ ഗ്ലോറി, എൻ്റെ ഭാര്യ ഗ്ലോറി ടു ഗോഡ് എന്നൊക്കെ പറയല്ലേ. എന്നാലും ഓർക്കണം, ഈ പുള്ളി പണ്ട് ഗ്ലോറിയെ കളിയാക്കിയതാ. പ്രൈസ് ദി ലോർഡ്.
ഞാൻ പറയും, ഈ യോഗം മുടക്കിയെ കൊണ്ട് യോഗം നടത്തിക്കുകയും അതിൻ്റെ കാശ് അവനെ കൊണ്ട് തന്നെ മുടക്കിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. പാട്ടകൊട്ടിയെ കൊണ്ട് തമ്പേറ് കൊട്ടിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പണ്ട് നമ്മുടെ ആളുകളൊക്കെ യോഗം നടത്തുമ്പം ചില ആളുകൾ പാട്ട കൊട്ടിയിട്ടുണ്ട്. അവർ വിചാരിച്ച് കൊട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്ന, കൊട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണർവ് കൂടുകയല്ലയോ. പണ്ട് പുനലൂർക്കാരൊക്കെ ഇവിടെ കാണും. പുനലൂരിൽ വൺവിള എന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പാണ്, 4 പതിറ്റാണ്ടായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്, 40 വർഷം. ഇവിടെ ഇരിക്കുന്ന പലരും കൊച്ചു പിള്ളേരായിരുന്ന മുതൽ എൻ്റെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നാണ്. അവിടെ ജനറേറ്റർ ഒന്നുമില്ല, പാവങ്ങൾ നടത്തുന്ന യോഗമാണ്. JP വെണ്ണിക്കുളം. ഞാൻ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ ഒരുത്തൻ പോസ്റ്റയിലോട്ട് വലിഞ്ഞു കയറി, ഫീസ് ഊരി യോഗം മുടക്കാനായിട്ട്. അവൻ വിചാരിച്ച് യോഗം മുടക്കിയ പ്രസംഗം നടക്കത്തില്ലെന്നാ. പക്ഷേ വഴിയെ പോയ ഒരാൾ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി ജീപ്പിൻ്റെ കണക്ഷൻ തന്ന് പ്രസംഗം തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് ഈ പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുക. ബൈബിളൊരു വാക്യമുണ്ട്, ദൈവം അവരെ നോക്കി ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് പോസ്റ്റേ കയറിയവൻ നോക്കി ദൈവം ചിരിക്കുന്നു. കൊള്ളാം 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 കൊള്ളാം, അടുത്ത കൺവെൻഷന് മൈക്ക് കേട്ടാൻ ഇവനെ കൊള്ളാം. അത് കഴിഞ്ഞ് ഞാൻ പറയാറുണ്ട്, സുവിശേഷ യോഗം നടക്കും, ആരും കൂക്ക് വിളിക്കരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, ഉറക്കെ ഹല്ലേലൂയ പറയാൻ നിന്നെ കൊള്ളാം. സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും പാട്ട് കൊട്ടരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, അടുത്ത യോഗത്തിന് തമ്പേറ് കൊട്ടാൻ നിന്നെ കൊള്ളാം. ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത യോഗത്തിന് നീ ഞങ്ങളുടെ കൂടെ കൊട്ടാൻ കാണും. ഒന്ന് ശക്തിയോടെ സ്തോത്രം പറയുന്നേ. അപ്പൊ എന്താണ് പരിശുദ്ധാത്മാ സ്നാനം? എന്താണ് ആത്മാഭിഷേകം? നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. 3 കാലഘട്ടങ്ങളായി ദൈവം മനുഷ്യരോട് ഇടപെടുന്നു. പഴയ നിയമം പിതാവാം ദൈവത്തിൻ്റെ യുഗമായിരുന്നെങ്കിൽ സുവിശേഷ കാലയളവ് പുത്രൻ തമ്പുരാൻ്റെ യുഗമായിരുന്നു. ഈ സഭായ കാലയളവ് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പഴയ നിയമത്തിൽ ഗോഡ് ഫോർ അസ് എന്ന് നാം വായിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ സുവിശേഷത്തിൽ ഗോഡ് ഫോർ അസ് മാറി, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഗോഡ് ഫോർ അസ് മാറി ഗോഡ് വിത്ത് അസ് ആയി, ദൈവം നമ്മോടുകൂടെ. എന്നാൽ ഈ സഭായുഗത്തിൽ ഗോഡ് ഫോർ അസ് അല്ല, ഗോഡ് വിത്ത് അസ് അല്ല, സോറി ഗോഡ് വിത്ത് അസ് അല്ല, ഗോഡ് ഇൻ അസ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 6:19, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ വിലയ്ക്ക് വാങ്ങാൻ ചെലവായ തുക അറിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അറിയാതെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഗോഡിനസ്. മക്കളെ, പരിശുദ്ധാത്മാവ് എന്താന്ന് ചോദിച്ചാൽ, ആത്മാഭിഷേകം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി, തൃത്വത്തിൽ 3-ാമനായവൻ ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? ഒന്ന് വായിച്ചവനെ, 114-ാം സങ്കീർത്തനം 4-ാം വാക്യം തോന്നുന്നു. 114-ാം സങ്കീർത്തനം എടുത്തു നോക്കിയേ, 4-ാം വാക്യം. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ എന്നാ സംഭവിക്കും? ശ്രദ്ധിച്ചു കേട്ടോ. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും, കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. സമുദ്രമേ നീ ഓടുന്നതെന്ത്? യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ പർവ്വതം മുട്ടാടിനെ പോലെയും കുന്നുകൾ കുഞ്ഞാടിനെ പോലെയും തുള്ളി. അടുത്ത വാക്യം വായിച്ചോ. സമുദ്രമേ നീ ഓടുന്നതെന്ത്? സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും പറഞ്ഞേച്ചാ തുള്ളുന്നതെന്ത്? രാത്രി ഇവിടെ വന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പർവ്വതത്തിൽ തമ്പുരാൻ ഇറങ്ങിയപ്പോൾ
പർവ്വതത്തിൽ സർവശക്തനിറങ്ങിയപ്പോൾ പർവ്വതം കുലുങ്ങിയെങ്കിൽ, പർവ്വതം തുള്ളിയെങ്കിൽ, പർവ്വതം മുട്ടാടിനെ പോലെ ആടിയെങ്കിൽ 37.25 കിലോ ഇല്ലാത്ത ഞങ്ങളുടെ മേൽ ദൈവം തമ്പുരാന്റെ ശക്തി ഇറങ്ങി വരുമ്പം ഞങ്ങൾ കുലുങ്ങുന്നതിന് എന്നാ അതിശയം. നിങ്ങൾ 47.25 110 കിലോ ഉണ്ടെന്നറിയട്ടെ. ഈ അത്യന്ത ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിപ്പാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അറിയാതെ കുലുങ്ങുവാൻ തുടങ്ങും. ശക്തിയോടെ കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഈ അത്യന്ത ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ, ഇത് ഞങ്ങളുടെ സ്വന്തമല്ല. ഇത് അത്യന്ത ശക്തിയാ, ഇത് സൂപ്പർ നാച്ചുറൽ പവറാ. ഇത് ഞങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഞങ്ങളുടെ മൺകൂടാരത്തിന് താങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങള് തുള്ളുകല്ലച്ചാ ഞങ്ങളെ തുള്ളിക്കുക, ഞങ്ങള് കുലുങ്ങുകല്ല ഞങ്ങളെ കുലുക്കുകയാണ്. 20 ടൺ ഭാരമുള്ള കൂറ്റൻ ജനറേറ്റർ, വലിയ ക്രെയിനിന്റെ സഹായത്തോടെയാണ് ഈ ജനറേറ്ററിനെ ഇറക്കി വെക്കുന്നത്. വലിയ നട്ടുബോൾട്ടുകൾ ഇട്ട് അതിനെ മുറുക്കുന്നു. അതിനുശേഷം അതിലൂടെ ഇലക്ട്രിസിറ്റി പായാൻ തുടങ്ങുമ്പോൾ ആ ജനറേറ്റർ, 20 ടൺ കേബ് ഭാരമുള്ള ജനറേറ്റർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞരങ്ങുന്നു എന്നും പറഞ്ഞ് ഞരങ്ങുന്നത് കാണാം. അയ്യോ ജനറേറ്ററെ, ഇത്രയും ഭാരമുള്ള നീ എന്തിനായിരുന്നു ഞരങ്ങുന്നത്? ജനറേറ്റർ പറയും, എന്റെ അകത്തൂടെ വ്യാപരിക്കുന്ന ശക്തിക്ക് എന്റെ കാൽ വലിയ ശക്തിയാ, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. ഈ അമ്മച്ചിമാര് അമ്മാമ്മമാര് അരി അടപ്പേ വെച്ചിട്ട് അരി അങ്ങോട്ട് അടപ്പയിലിട്ടിട്ട് ഒരു അടപ്പ് പാത്രം വെച്ച് മൂടും. അതിനുശേഷം വെള്ളം അങ്ങോട്ട് അടിയിൽ തീ കത്തിക്കും. ഈ വെള്ളം അങ്ങോട്ട് തിളച്ചു മറിയാൻ തുടങ്ങുമ്പോൾ ഈ അരികളെല്ലാം അങ്ങോട്ട് കൊത്തി മറിയാൻ തുടങ്ങും. അതിന് പുറത്ത് വെച്ചിരിക്കുന്ന അടപ്പ് പാത്രം പട 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 നടിക്കാൻ തുടങ്ങും. അപ്പം അടപ്പ് പാത്രമേ അടങ്ങിയിരിക്കെ, അടപ്പ് പാത്രമേ അടങ്ങിയിരിക്കെന്ന് പറഞ്ഞാൽ അടപ്പ് പാത്രം പറയും, എനിക്ക് അടങ്ങിയിരിക്കാൻ വയ്യ, എൻ്റെ അകത്തുനിന്നൊരു ശക്തി വരുന്നു, എൻ്റെ അകത്തുനിന്നൊരു ശക്തി വ്യാപരിക്കുന്നു, എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. പോരാ 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 പോരാ. അഭിഷേകമുള്ളവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അഭിഷേകമുള്ളവന് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയില്ല. എന്താണ് ആരാധന? ആരാധന എന്താ? തിയോളജി ഭാഷയിൽ ആരാധന, വർഷിപ്പ് ഈസ് ദി ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ദ ഇൻവേർഡ് ഇംപ്രഷൻ. ആരാധന എന്ന് പറഞ്ഞാൽ അകത്തെ സമ്മർദ്ദത്തിന്റെ പുറത്തെ പ്രതിഫലനമാണ് ആരാധന. ഒരു ദൈവവൈതൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ അവൻ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അത് ആരാധനയാണ്. ഒരു ദൈവവൈതൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പം അവൻ അടുത്തിരിക്കുന്നവൻ നോക്കാതെ ഹല്ലേലൂയ എന്ന് പറയും. അവൻ അടുത്തിരിക്കുന്നവളെ നോക്കാതെ കരമടിച്ചെന്ന് വരും. ഇതെല്ലാം ആരാധനയാണ്. അകത്ത് ദൈവസ്നേഹമില്ല, നീ ചാടിയാൽ ആരാധനയല്ല, തുള്ളിയാൽ ആരാധനയല്ല, അന്യഭാഷ പറഞ്ഞാൽ ആരാധനയല്ല, കയ്യടിച്ചാലും ആരാധനയല്ല. പക്ഷെ അകത്ത് ദൈവസ്നേഹമുള്ള ദൈവ പൈതലിന് ദൈവസനിൽ വരുമ്പം പാസ്റ്റർ പറയണ്ട സ്തോത്രം പറയാൻ. ഒരപ്പനും അമ്മയും കൂടെ മോളെ കുഞ്ഞിനെ സ്കൂളിലോട്ട് കൊണ്ടുവിടാൻ പോയി, നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞ് ഇപ്പുറത്തൂടെ ചാടി, അതേ ബസ് കയറി ആ കുഞ്ഞരഞ്ഞു. സ്തോത്രം. ഇതുപോലെ എത്രയെത്ര വാർത്ത കേട്ടിട്ട് ആരാധനാവോളി വരുന്ന നിന്നോട് പാസ്റ്റർ പറയണോ സ്തോത്രം പറയാൻ? എത്ര തവണ പരിശുദ്ധാത്മാവിൽ പറയാ, നീ അറിയാതെ, നിന്റെ കുഞ്ഞറിയാതെ നിന്നെ വഴിയിൽ ചതച്ചരച്ച് കളയുവാൻ, റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഹല്ലേലൂയ ഒടിച്ചു കളയുവാൻ ദുഷ്ടപിശാച് പദ്ധതിയിട്ടപ്പോൾ നീ അറിയാതെ, നിന്റെ തലമുറ അറിയാതെ ദൈവത്തിന്റെ കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ശക്തിയോടെ കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആ സ്നേഹം അറിഞ്ഞാൽ,
ആ കരുതലറിഞ്ഞാൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, 12 വർഷം മോനെ ഫീഡ്ബാക്ക്. ഇത് മോണിറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല മോനെ. 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ. 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ. മോശയിക ന്യായപ്രമാണം അനുസരിച്ച് രക്തവസ്താവക്കാരി പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ കല്ലെറിഞ്ഞ് കൊല്ലും അവളെ. പക്ഷെ ഒരു ദിവസം ഒരു വാർത്ത അവൾ കേട്ടു, യേശു വഴിയായി പോകുന്നുണ്ട്, യേശു വരുന്നുണ്ട്. അവളെന്ന് തീരുമാനിച്ചു, ഞാൻ ഇന്ന് രാത്രിയിൽ യേശുവിനെ തൊടും. ഈ രാത്രിയിൽ, പകലോ രാത്രിയിലോ, യേശുവിനെ തൊടും. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്തു വന്നാലും ഞാൻ യേശുവിനെ തൊടുവിന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ OPAയുടെ ഉണർവ് യോഗത്തിന് പ്രാസംഗികനെ കാണാനല്ല, വിശ്വാസിയെ കാണാനല്ല, പ്രസംഗത്തിന് മാർഗിടാനല്ല, യേശുവിനെ തൊടാൻ എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു ചോദിക്കടാ, 40 വർഷമായി പ്രസംഗിക്കുന്ന എനിക്ക് നിന്റെ മാർഗം എന്നാത്തിനാ? നീ നിന്റെ മാർഗം പേനയൊക്കെ കൈവച്ചു. കൃപയാ ഞങ്ങൾക്ക് എൻ്റെ ഇനിയില്ല, ഒക്കെ പോയെന്നേ കാലം. നീ ഇന്ന് വന്നത് എന്തിനാ? ഭീമോനച്ചനെ കാണാനാണോ? പ്രസംഗത്തിന് മാർഗിടാനാണോ? പാസ്റ്റർ AY തോമസിനെ കാണാനാണോ? അതോ കർത്താവിനെ തൊടാനാണോ? ഓ ഷാമറിഖാനായ, നീ കർത്താവിനെ തൊടാൻ ഇന്ന് രാത്രി വന്നെങ്കിൽ നിന്നെ അവൻ തൊടാതെ വിടില്ല. ഓ ഓ ഷമ റഖുനിയ. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്, പുരുഷാരത്തെ വകഞ്ഞു മാറ്റി ആ സ്ത്രീ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. തൊട്ട മാത്രയിൽ ഇടിമിന്നൽ കണക്കവളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി അവൾ വറച്ചുകൊണ്ട് നിന്നു. ഈ രാത്രി തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഈ രാത്രി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി നീ അവനെ തൊടുക, നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും. സഹോദരി, വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി നീ അവനെ തൊടുക, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല, നിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. മക്കളെ, കൈയൊക്കെ അടിച്ചു തുടങ്ങുമോനെ, വായൊക്കെ തുറന്നു തുടങ്ങ്. സ്വന്തമായി നീ വിശ്വസ്തനായെങ്കിലേ അന്യമായ ദൈവം ഫലമേൽപ്പിക്കുകയുള്ളൂ. നോക്കൂ, ഇലക്ട്രിസിറ്റി പായുന്ന ഈ വയർ ഇലക്ട്രിസിറ്റിയിലൂടെ വ്യാപരിക്കുന്നുണ്ട്. ഈ ഇൻസുലേഷൻ ഉള്ളിടത്തോളം എടുത്ത് തോളയിലിട്ടാലും കുഴപ്പമില്ല, കാരണം ഇൻസുലേഷൻ ഉണ്ട്. ഇൻസുലേഷൻ മാറ്റി തൊടണം. തൊടല്ലേ. ഇൻസുലേഷൻ മാറ്റി തൊട്ടു നോക്കണം, വിവരമറിയും. കേരളത്തിലെ വലിയൊരു മഹായോഗത്തിന് കൂറ്റൻ ജനറേറ്റർ പ്രവർത്തിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു മൈക്കുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതുപോലെയാണ്, അറിയാതെ എൻ്റെ ചെറിയ ഇത് തൊടുന്നുണ്ട്. ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് കേൾക്കുന്നുണ്ട് ചെറുതായിട്ട്. കുറേ തവണയായപ്പോഴും ഞാൻ ആ സൂത്രത്തിലൊരു സ്തോത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെട്ടിച്ചു മാറ്റി. എൻ്റെ മുമ്പിലിരുന്ന ദൈവമക്കൾ അറിഞ്ഞില്ല, എൻ്റെ അടുത്തിരുന്ന ദൈവദാസന്മാർ അറിഞ്ഞില്ല. പക്ഷെ ഞാനൊന്നറിഞ്ഞു, ശക്തി പായുന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനകത്ത് യേശുവിനെ തൊടാൻ വന്നിട്ടുണ്ടോ? ഈ അടുത്ത 5 ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിൽ കർത്താവിനെ സ്പർശിക്കാൻ മോളെ നീ വന്നിട്ടുണ്ടോ? കർത്താവിനെ തൊടാൻ മോനെ നീ വന്നിട്ടുണ്ടോ? നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല, നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. കരങ്ങൾ അടിച്ചോ, ശക്തിയോട് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. ഇത് ഉണർവ് യോഗമാ. നീ അവിടെ ഇവിടെ നോക്കണ്ട. ഇത് രാത്രി നിനക്ക് നിറവ് വേണം, നീ അഭിഷേകം പ്രാപിക്കണം. വിശ്വസിക്ക്. ദൈവശക്തിയാൽ ദൈവം നിന്നെ നിറയ്ക്കും ഇന്ന് രാത്രി. ഈ രാത്രി പ്രാപിക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ രാത്രി ദൈവാത്മാവിന്റെ പ്രഭാകം ഇവിടെ ഉണ്ടാകട്ടെ. ദൈവാത്മാവിന്റെ പ്രഭാകം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകട്ടെ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ജീവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ.
നിങ്ങൾ വീട്ടിൽ പോയി ആ വേദഭാഗം വായിക്കണം. യേശു കർത്താവിനെ 12 വർഷം രക്തസ്രാവക്കാരിയായ സഹോദരി തൊട്ട മാത്രയിൽ ഇടിമിന്നക്കണക്ക് ദൈവശക്തി വ്യാപരിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം, അവൾ വിറച്ചുകൊണ്ട് നിന്നു. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറ, വിറച്ചുകൊണ്ട് നിന്നു. ഞാനൊരു വാസപ്രാർത്ഥനയിൽ മുട്ടിന്മേൽ നിന്ന് കരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനോട് ചോദിച്ചു, യേശു അപ്പച്ച, അവൾ വിറയ്ക്കാൻ കാര്യമെന്താ? അവൾ വിറയ്ക്കാൻ കാര്യമെന്താ? തമ്പുരാൻ എന്നോട് പറഞ്ഞു, മോനെ, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. നിങ്ങൾ ശക്തി ലഭിക്കുവോളും നഗരത്തിൽ പാർക്കുക. ശക്തി ലഭിച്ച ശേഷം നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. 2 പദം, ശക്തി, സാക്ഷി. ശക്തി എന്നതിന് ഡുനാമിസ് എന്ന പദവും സാക്ഷി എന്നതിന് മാർട്ടയോസ് എന്ന പദവും ഉപയോഗിച്ചിരിക്കുന്നു. ഡുനാമിസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന പദമുണ്ടായത്. മാർട്ടയോസ് എന്ന പദത്തിൽ നിന്നാണ് മാർട്ടയർ എന്ന പദമുണ്ടായത്. നിങ്ങളുടെ മേൽ ഡൈനാമിറ്റിനെ കവിയുന്ന ശക്തി വരും. ആ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ എൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ രക്തസാക്ഷികളാകാൻ തയ്യാറാകും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് സാത്താനെ എന്നെ വേർതിരിപ്പാൻ ആർക്ക് കഴിയും? മഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, ആപത്തിനോ, വാളിനോ, നഗ്നതയ്ക്കോ, ഇപ്പോഴുള്ളതിനോ, വരാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, മറ്റു യാതൊരു ശക്തിക്കും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ശക്തി വ്യാപരിച്ച അപ്പോസ്തലന്മാരിൽ ഒരാളൊഴികെ ബാക്കി 11 വാളിന് മുമ്പിൽ തല വെച്ചു കൊടുത്തു. വെട്ടിക്കോ, കൊന്നോ, വെട്ടി നുറുക്കിക്കോ. പത്രോസ് പറഞ്ഞു, എന്റെ കർത്താവിനെ നിങ്ങൾ തല മേളായി ക്രൂശിച്ചെങ്കിൽ എന്നെ തല കീഴായി ക്രൂശിച്ചോ. പേടിത്തൻപൻ പത്രോസിന് ധൈര്യം വന്ന് എവിടുന്നറിയാമോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി. കർത്താവിനോട് പറഞ്ഞു, മോനെ, അവളിൽ വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഡൈനാമിറ്റ് എന്ന പദമുണ്ടായത് ഡുനാമിസ് എന്ന. ഡൈനാമിറ്റിനെ കവിയുന്ന ദൈവശക്തി യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളിലേക്ക് വ്യാപരിച്ചപ്പോൾ അവിടെ മൺകൂടാരത്തിന് അത് താങ്ങാൻ കഴിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കുന്ന, നമ്മിലേക്ക് വരുന്നത് തൃത്വത്തിൽ മൂന്നാമനായവനാണ്. ഈ സർവശക്തനായവൻ നമ്മുടെ മൺകൂടാരത്തിൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മൺകൂടാരത്തിന് താങ്ങാൻ കഴിയില്ല. നമ്മൾ വിറച്ചു പോകും. അതിൽ അതിശയിക്കാൻ എന്നാ? ഒന്ന് കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. പക്ഷെ ഒരു അതിശയം ഞാൻ പറയാം. 2 കൊരിന്ത്യർ ലേഖനം 4:7 എഴുതിയിരിക്കുന്നു, ഈ അത്യന്ത ശക്തി, ഒന്ന് പറയുന്നേ, ഈ അത്യന്ത ശക്തി ഒന്ന് പറഞ്ഞേ. അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന് ദാനമാ. എന്തോ അത്യന്ത ശക്തി? ഇവിടെ മോട്ടോർ വാഹനത്തെ കുറിച്ചൊക്കെ അറിയാവുന്നവരായിരിക്കുന്നത്. നമ്മുടെ പല വണ്ടിയും 2500 ഹോഴ്സ് പവർ അല്ലേ? കാറുകളെല്ലാം 2000, 2500 നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നല്ല വണ്ടി 3000 അങ്ങനെയൊക്കെ ഉണ്ട്. മക്കളെ അറിയാവുന്നവർ പറഞ്ഞല്ലേ? ആണോ? 2500 ഹോഴ്സ് പവർ. നമ്മുടെ നാട്ടിലൊരു വണ്ടിയുണ്ട് 800 അല്ലേ? അതിന് 800 ഹോഴ്സ് പവറാണ്. അതായത് ഒരു റെയിൽവേ എൻജിനിൽ ഉപയോഗിക്കുന്ന എൻജിൻ, ആ എൻജിന് ചേരുന്ന പുറംകൂടാണ് ആ റെയിൽവേ എൻജിൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? 2000 ഹോഴ്സ് പവർ ഉപയോഗിക്കുന്ന ഒരു കാറിൻ്റെ എൻജിൻ്റെ കവറ്, ആ ബോഡി, അതിൻ്റെ ശക്തി അതിലുള്ളതായിരിക്കും. റോക്കറ്റിൽ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. എന്ന് പറയുമ്പോൾ കണ്ടടച്ചുറക്കുമ്പോൾ എത്തേണ്ടതാ. അപ്പം അതിൻ്റെ ശക്തി വേറെയാണ്. മനസ്സിലാക്കി തരാം. അതായത് റോക്കറ്റ്, ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ക്രയോജനിക് എൻജിൻ ഒരു 800 കൊണ്ട് ഫിറ്റ് ചെയ്തെന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? റോക്കറ്റിന് ഉപയോഗിക്കുന്ന ശക്തി ആ എൻജിൻ കൊണ്ടുവന്ന് 800 കാറെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? എനിക്കിവിടുത്തെ സ്ഥലമൊന്നും അറിയത്തില്ല, എങ്കിലും അറിയാവുന്ന സ്ഥലമൊക്കെ പറയാം. അതിന് ഡോറ് ഗാലായി കിടക്കും. പിന്നെ എന്താ കൊടുക്ക പറ? അതിൻ്റെ എൻജിൻ സോഹാറി കിടക്കും. ഭൂമെന്ന് കാണും. ഒറ്റ പിള്ളേരൊക്കെ വലുപ്പെട്ടത് ഭൂമെന്ന് കാണും പോവും. എന്നാലേ പിന്നെ മനസ്സിലാക്കി തരാം, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി ഏതാണെന്നറിയാമോ? റോക്കറ്റിനെ വെല്ലുന്ന ശക്തിയാ.
കണ്ണിമയ്ക്കുന്നിടയിൽ ഭും എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെത്തിക്കുന്ന കഥയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാടിനായി മുദ്രയിട്ടിരിക്കുന്നത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കി തരാം. ഈ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ മേളോട്ടും താഴോട്ടും മേളോട്ടും താഴോട്ടും കുതിക്കുന്നതിന് അർത്ഥം മനസ്സിലായോ? ഈ റോക്കറ്റിന് തീ പിടിക്കുക, റോക്കറ്റ് അകത്തുനിന്ന് കുതിക്കുക. എന്നെ വിടെ, ഞാൻ പോട്ടെ, എന്നെ വിടെ, ഞാൻ പോട്ടെ. ഇത് മേളോട്ട് പിടിക്കുമ്പോൾ ജഡം പിടിച്ച് താഴെ കിടന്നോ, ഇവിടെ കട. എന്നാലും രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ഒരിക്കൽ നമ്മൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും. നമ്മൾ ഇവിടുന്ന് പറന്നുയരും. എത്ര സെക്കൻഡ് കൊണ്ട് അവിടെ ചെല്ലുന്നേ? കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരം പ്രാപിക്കും. എങ്ങനെ രൂപാന്തരം പ്രാപിക്കും? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്യതയുള്ള ശരീരത്തോട് അനുഭവപ്പെടുത്തും. നമ്മൾ കുതിക്കും. അപ്പൊ നിങ്ങളും ചിന്തിച്ച്, ഇത്രയും വലിയ ശക്തി, റോക്കറ്റിനെ വെല്ലുന്ന ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ വെച്ചിട്ടും നമ്മൾ പൊളിഞ്ഞു പോകുന്നില്ല. അതാണ് അത്ഭുതം. ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് ആവശ്യമാണോ? പരിശുദ്ധാത്മ സ്നാനം നമുക്ക് ആവശ്യമാണോ? നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മാഭിഷേകം ആവശ്യമില്ലാത്ത, പരിശുദ്ധാത്മ ശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നത് ആരായിരുന്നു? യേശു. ലൂക്കോസ് 4:1 യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീല വിട്ടു മടങ്ങി. ലൂക്കോസ് 4:14 യേശു ആത്മാവ് നിറഞ്ഞവനായി ഇവിടം വിട്ടു മടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 10:38 കുറിക്കുന്ന കുറിച്ചോ, ദൈവം മുൻനിയമിച്ച പുരുഷനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശു കർത്താവിനെ ഭൂമിയിൽ ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നിങ്ങൾക്കും എനിക്കും എത്രയധികമായി ആത്മശക്തി വേണം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, മക്കളെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനം ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവായിരുന്നു. യേശു സ്നാനപ്പെട്ടെങ്കിൽ നീയും ഞാനും എത്രയധികം സ്നാനപ്പെടണം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ കരയണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇത് യേശുവായിരുന്നു. യേശു കരഞ്ഞെങ്കിൽ നീയും ഞാനും എത്രയധികം കരയണം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർ യോസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവായിരുന്നു. പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. യേശു ഓസിച്ചെങ്കിൽ നിങ്ങളും ഞാനും ഓസിക്കണ്ടേ? യേശു പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കണ്ടേ? ഒരു വാക്കൂടെ പറയാം, മക്കളെ, ഈ ഭൂവിൽ ജീവിച്ചിരുന്നവരിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ, അനുസരിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി. യേശു മാതാപിതാക്കളെ അനുസരിച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾ വന്നിരിക്കുമ്പോൾ അവർക്കൂടെ ദൂത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയധികം ആത്മശക്തി ആവശ്യമാണ്. 2, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത രണ്ടാമത്തെ കൂട്ടർ ശിഷ്യന്മാരായിരുന്നു, അപ്പോസ്തലന്മാരായിരുന്നു. കാരണം യേശു ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് നേരിട്ട് അവർ പഠിച്ചവരായിരുന്നു, കർത്താവിൽ നേരിട്ട് പ്രാപിച്ചവരായിരുന്നു. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാവിൻ്റെ വാഗ്ദത്തം, അതിനായി കാത്തിരിക്കണം. ലൂക്കോസ് 24:49, അപ്പോസ്തല പ്രവൃത്തി 1:4, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്, ഉയരത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അപ്പോൾ അവർക്ക് ആത്മശക്തി ആവശ്യമായിരുന്നു. കർത്താവ് പറഞ്ഞ് കാത്തിരിക്കണം, ഇത് പ്രാപിച്ചിട്ടേ ഇറങ്ങിപ്പോകാവുള്ളൂ. അപ്പം യേശുവിൻ്റെ ശിഷ്യന്മാർ 1:13, അപ്പോസ്തല പ്രവൃത്തി 1:13, 2:1, ശിഷ്യന്മാരെല്ലാവരും മാളിക മുറിയിൽ കാത്തിരുന്നു ആത്മാഭിഷേകത്തിനായി. കുടികാറ്റടിക്കുന്ന പോലെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ ശക്തി അവിടെ മേൽ പകർന്നു പെട്ടു. 3 രണ്ടാമത്തെ കാര്യം, 1, യേശു ഭൂവിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാൾ യേശുവായിരുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീൽ വിട്ട് മടങ്ങി. ശുശ്രൂഷയ്ക്കായി യേശു പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്യപ്പെട്ടെന്ന് വായിക്കുന്നു. 2 ശിഷ്യന്മാർ, അവർ മാളികമുറിയിൽ കൂടിയിരുന്നു. വാക്യങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. 3, ഈ ഭൂവിൽ ജീവിച്ചിരുന്നവരിൽ ആത്മാഭിഷേകം ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവിൻ്റെ അമ്മ മറിയായിരുന്നു. കാരണം യേശു പരിശുദ്ധാത്മാവിനാലാണ് മറിയിൽ
ഉത്ഭവിച്ചത്. പക്ഷേ നമ്മൾ വായിക്കുന്നു അപ്പോസ്തലർ 1:14, സ്ത്രീകളും യേശുവിൻ്റെ മറിയും എവിടെ കാത്തിരുന്നു? മാളിയ മുറിയിൽ കാത്തിരുന്നു. ഫാദർ ഷിനിക്കി എന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ റോമിൽ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം എഴുതിയ അനേക പുസ്തകങ്ങളൊന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, എന്തെങ്കിലും കാരണവശാൽ ഈ ഭൂമിയിലേക്ക് വരാൻ മറിയയ്ക്കോ പത്രോസിനോ ഒരവസരം ദൈവം കൊടുത്താൽ, ഒരു വിസ കൊടുത്താൽ, ഒരു പാസ്പോർട്ട് കൊടുത്താൽ, അനുവാദം കൊടുത്താൽ, പത്രോസ് വന്നിട്ട് പത്രോസിൻ്റെ പേരുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അന്വേഷിച്ച് പോകില്ല. മറിയയുടെ നാമധേയത്തിലുള്ള വലിയ സെൻറ്റ് മേരീസ് ബസിലിക്ക അന്വേഷിച്ച് പോകില്ല. എവിടെ മുട്ടുകുത്തി കൈയടിച്ച് അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ നോക്കും. കാരണം മറിയ ഒറിജിനൽ പെന്തക്കോസുകാരിയായിരുന്നു. കേട്ടിട്ടൊരു സന്തോഷമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ആവശ്യമായിരുന്നെങ്കിൽ, ശിഷ്യന്മാർക്ക് ആവശ്യമായിരുന്നെങ്കിൽ, യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ആവശ്യമായിരുന്നെങ്കിൽ, 1-ാം നൂറ്റാണ്ടിലെ സഭ ആത്മാവിനാൽ നിറഞ്ഞു. സഭയുടെ 70 വർഷത്തെ ചരിത്രത്തിനകത്തുണ്ട്. പലയിടങ്ങളിലും അവർ ആത്മാവിനാൽ നിറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചിട്ട് ചോദിച്ചാൽ, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. കൊർന്നല്യോസിനോടത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ ആത്മവ്യാപാരമുണ്ടായി. പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ, ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരംഭകാലങ്ങളിൽ ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ജനം ആത്മാവിൽ നിറയുന്നത്, അന്യഭാഷകളിൽ സംസാരിക്കുന്നത്. അവിടെ വിവേചനം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ഭൂതാത്മാക്കൾ അലറി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഭൂതമൊന്നും ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം. ഭൂതമോ ഇല്ലയോ എന്ന്, ഉള്ള ഭൂതമല്ല കർത്തൃമേശയും കഴിച്ചുകൊണ്ട് സഭയ്ക്കകത്തിന് വന്നിരിക്കുകയല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ആഞ്ഞടിക്കുന്ന തമ്പേറും ആഞ്ഞു കൊട്ടുന്ന ഓർഗന്റെ അകമ്പടിയില്ലേ ആത്മാവ് വരത്തില്ല. നിനക്ക് ആത്മാവ് വരാൻ ഇതിൻ്റെ ഒന്നും സപ്പോർട്ട് വേണ്ട കുഞ്ഞെ. ഇന്ന് രാത്രി പോയി മുട്ടുകുത്തി എന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചേ, സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ പകരണം. ഇത് പകരാതെ ഞാൻ എഴുന്നേൽക്കത്തില്ലെന്ന് പറയാൻ തുടങ്ങുക. മതിയാവോളം തരാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. ശക്തിയോടെ അന്യഭാഷയിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. മക്കൾ ഉൾപ്പെടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്വന്തമായതിൽ നിങ്ങൾ വിശ്വസ്തരാകുക. മക്കളെ കൈയടിക്കുക, വാ തുറക്ക്, കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ. നിങ്ങൾ കാഴ്ചക്കാരായിരിക്കരുത്, വിമർശന ബുദ്ധിയോടെ ഇരിക്കരുത്. കർത്താവിനോട് ചോദിക്കണം, ഇതുകൊണ്ട് എനിക്കൂടെ തരണമെന്ന് പറ. ദൈവം നിന്നെ നിറയ്ക്കുന്നു. അതിലേക്ക് വരാം. ഇനി ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3-ാമത്തെ കാര്യം, ആരാണ് ആത്മാവിനെ തരുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് നമുക്ക് ആത്മാവിനെ തരുന്നത്? ലൂക്കോസ് വിശേഷം 24:45 കുറിക്കുന്നെങ്കിൽ കുറിച്ചോണം, റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അത് പിന്നെ വാങ്ങുക. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പീൻ. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ശക്തിയായത്. ഇത് ഉലകത്തിൽ നിന്നുള്ളതല്ല, ഉയരത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് തരേണ്ടത് ഉലകത്തിലുള്ളവനല്ല, ഉയരത്തിലുള്ളവനാണ്. ഞാൻ പിന്നെ അത് വിവരിക്കാം. മോനെ ഇതൊന്ന് വായിക്കണം ബ്രദറെ. യോഹന്നാന്റെ സുവിശേഷം 7:37. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അടുത്ത വാക്യോട് വായിച്ചോ. അവൻ ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ലഭിച്ചു കഴിഞ്ഞല്ല, ലഭിപ്പാനിരുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത വാക്യം, യേശു അതുവരെ തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് വന്നിട്ടില്ല. കണ്ടോ, ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ പദം ഇവിടെ നോക്കൂ. കർത്താവ് എന്താ പറഞ്ഞത്? ഉത്സവത്തിന്റെ മഹാദിനമായി എടുക്കുന്ന ആൾ യേശു എന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ, പറയുന്ന ദൈവമക്കളെ നോക്കിയെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ഉള്ളിൽ കയറണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല, നിങ്ങളുടെ അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. പുറത്തു നിന്ന് അകത്തേക്കാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും തരാം. അകത്തൂന്ന് പുറത്തേക്കായതുകൊണ്ട് ഇവിടെ ആർക്കും തരാനൊക്കില്ല. നിന്റെ അകത്തൊരുവൻ വരണം. നാസ്രയനായ യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ആത്മനദി അവൻ ഒഴുക്കിവിടും. ഈ വചനമൊക്കെ പഠിച്ചിട്ട് എവിടെയും പോണം.
ആത്മാവിനെ തരാനും ആത്മാവിനെ തടുക്കുവാനും സഭാപ്രസംഗം പറഞ്ഞ അധികാരമുള്ള ഒരുത്തരുമില്ല. കാറ്റിട്ട് ഇഷ്ടമുള്ള തൂതും. അങ്ങനെ തടാൻ ആർക്കാ കഴിയുന്നത്? നിങ്ങളൊക്കെ കാണും. വൈറലായ ഒരു കല്യാണം ഉണ്ട് എൻ്റെ. ഞാൻ കല്യാണം നടത്തുന്ന കലവലാണ്. ആ കല്യാണം നടത്തി വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ കല്യാണം നടത്താൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു പാട്ട് പാടി. അന്ന് കോവിഡ് കാലം, ഒരു ഹോട്ടലിലാണ്. പക്ഷെ ദൈവശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങി. പെങ്കൊച്ച് കണ്ടില്ലേ? ഇരിക്കുന്നവരും കണ്ടില്ലേ? പെങ്കൊച്ച് മണവാട്ടി കൊച്ച് സ്റ്റേജിലിരുന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം ആരാധിച്ചു. അതേതായാലും 10-18 ലക്ഷം ആളുകളുണ്ട്. പക്ഷെ അത് പിടിക്കാതെ വന്നത് ഓണപ്പെടാത്ത പെന്തക്കോസുകാരനാ. ഞാൻ ചെയ്യുടെ എൻ്റെ പോക്കെത്തിയിരിക്കുവാണ് ഇവിടെ ആത്മാവ്. പരിശുദ്ധ. ഞാൻ കൈയടിക്കാൻ പറഞ്ഞ വെച്ചാ ഞാൻ കൈവെക്കാൻ ചെന്നോ? പെങ്കൊച്ചിന്റെ കല്യാണം നടത്താൻ പോകുന്നുണ്ട്. ആത്മാവ് ഇഷ്ടമുള്ളിടത്ത് ഊതുവന്നീ. അതിനെ തടുക്കാൻ അധികാരമുള്ള ആർക്കും ഇല്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് തരാൻ അധികാരമില്ല. കൈവെക്കാം, പ്രാർത്ഥിക്കാം, പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആത്മാവിനെ തരാൻ എനിക്ക് അധികാരമില്ല. ഈയിടെ കണ്ടു ഒരുത്തൻ എൻ്റെ മണ്ടയ്ക്കോട്ടല്ല അവനിത് പിടിച്ചെടുക്കാൻ. ഇതൊക്കെ കൊച്ചുങ്ങളെ പഠിപ്പിച്ചു വിട്ടോണം. നേരത്തെ ഈ പരിപാടി നടന്ന എല്ലാവരും എൻ്റെ മണ്ടയ്ക്കോട്ട് വീടോടാ. നീ ആരാടാ? പവർ ഹൗസോ? സോദരമൊന്നും കേൾക്കുന്നില്ല. എന്താ പറഞ്ഞാലും ഇവിടെ കൊട്ട് കേട്ടാൽ ഇവിടെ പോവല്ലോ. വചനമുള്ളിൽ വേണം, വചനമുള്ളിൽ വേണം. കൊട്ടുന്നിടത്തെല്ലാം ചാടരുത്. തുള്ളലല്ല, ആത്മാവല്ല, മറുഭാഷയല്ല, അന്യഭാഷയല്ല, വെളിപ്പാടെല്ലാം പ്രവചനമല്ല. ആത്മാക്കൾ ദൈവത്തിനുള്ളതോ എന്ന് ശോധന ചെയ്ത് കൊള്ളണം. അതിന് വിവേചനാത്മാവ് വേണം. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു വിവേചനപരമുള്ളവര്. വിവേചനം. പി.ഡി. ജോൺസന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, അഭിഷേകമൊക്കെ വേണേ സമയം കൊണ്ട് പോകും കുറേ. ഞാൻ കേട്ടത് ഒരമ്മച്ചി പണ്ട് കാലം ഈ അയലത്തെ വീട്ടിലെ പറമ്പിലച്ച ഒരു ഓലമടൽ വീണു. ഓലമടൽ. ആ ഓലമടൽ ആരും കാണാതെ ഈ അമ്മച്ചി എടുത്തോണ്ട് വന്ന് ദാരിദ്ര്യം കൊണ്ട് ആ തീ കത്തിക്കാൻ അന്നൊന്നുമില്ല. അമ്മച്ചി വന്ന് വെട്ടി നുറുക്കി ചേരെന്ന് പറയുന്ന എല്ലാവർക്കും വല്ലതും അറിയാമോ? ഭരണ അതിനെ വെച്ച് കാറ്റ് കൊണ്ട് ഉണങ്ങാനാ. അവിടെ വെച്ചിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുട്ടിമേ വന്നിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം പ്രവാചകനങ്ങോട്ട് സിംഹതുല്യം ഗർജിച്ചിങ്ങോട്ട് വന്നിട്ട് കൈ അങ്ങോട്ട് മകളേന്നൊരു വിളിയാ. എന്ന് പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ ഓലമടൽ വെട്ടി നുറുക്കി ആരും കാണാതെ ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് നീ തുള്ളുന്നതെന്ന്. ഇന്ന് തെങ്ങോടടിച്ചു മാറ്റിയിട്ട് വന്നാലും ആരും വെളിപ്പെടുന്നില്ലല്ലോ. ഓലമടലാണ് കിടക്കട്ട്. തെങ്ങ് മൊത്തം മടിച്ചോട്ട് പോയിട്ട് വന്നാൽ ഈ അനന്യാസ സഫീറയും പരിശുദ്ധാത്മാവെന്നൊക്കെ പറയണ്ടേ. അനന്യാസ സഫീറയും എല്ലാ കാര്യത്തിലും അവർ യോജിപ്പാ. ഒരു കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ. ആരാധനയ്ക്ക് പുള്ളി ഒരു 3 മണിക്കൂർ, പുള്ളിക്കാരി 3 മണിക്കൂർ ലേറ്റുവാ. അങ്ങനെ വരുന്നവരും ഉണ്ട്. കാരണം ഈ പുള്ളി അടക്കിയിട്ട് പോലും ആ പുള്ളിക്കാരി അറിഞ്ഞില്ല. അപ്പം എൻ്റെ സന്തോഷം അങ്ങ് പറയാം, ഇങ്ങോട്ട് നോക്കിയിരിക്കണം നിങ്ങൾ. അപ്പം ഞാൻ ഇങ്ങനെ ഭാവന കാണാറുണ്ട്. ആ അനന്യാസ് അച്ചായൻ അന്നും എല്ലാം വിറ്റ് കഴിഞ്ഞൊരു വെള്ള ജുബായും ഒക്കെ അങ്ങോട്ട് ഇട്ട് ബൈബിളും ഒക്കെ അങ്ങോട്ട് പിടിച്ച് കൈയൊക്കെ ഒരു വീശി ഒരു വരവാണ്. അപ്പോൾ പുള്ളി വന്നപ്പോഴേ പാസ്റ്റർ പറഞ്ഞു, അനന്യാസ് അച്ചായൻ ഇന്നത്തെ കാലമാണെങ്കിൽ പറയും, അനന്യാസ് അച്ചായൻ ചെയ്തതൊക്കെ നമുക്കറിയാമല്ലോ. അദ്ദേഹം വിറ്റിട്ട് വലിയൊരു തുക നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് സാക്ഷ്യം കഴിഞ്ഞുള്ള പ്രധാന പ്രബോധന സമയം അദ്ദേഹം എടുക്കുന്നതാണ്. എങ്ങനെ കാശ് കിട്ടിയാലും 10 രൂപ കിട്ടാമോ അവനെ പോക്കും. അവന് ശേഷ ഇവൻ എങ്ങനെ കൊണ്ടുവന്നതാ? വേശ്യയുടെ വിലയും നായുടെ വിലയും ദൈവാലയത്തെ വേണ്ട. തട്ടിപ്പ് നടത്തിയുള്ളവന്റെ ഒന്നും ദൈവസഭയ്ക്ക് വേണ്ട. പറയാൻ തൻ്റെ ഇടം ഉണ്ടോ? പക്ഷേ പുള്ളി കയ്യോ അങ്ങോട്ട് വീശി അങ്ങോട്ട് ചെന്നപ്പം വിവേചനപരമുള്ള ആത്മ നിറവുള്ള പത്രോസ് വെട്ട ചോദ്യമാണ്, ഇത്രയ്ക്കോ നീ നിലം വിറ്റത്? പരിശുദ്ധാത്മാവിനോട് യാചം കാണിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തവെന്ത്? ഒറ്റ വാചകം കാർഡിയാക് അറസ്റ്റ് വന്ന് താഴെ വീണ് പെടഞ്ഞു. വിവേചനപരമുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ സഭയ്ക്കുള്ളിൽ എഴുന്നേറ്റ് വരണം. വിരൽ ചൂണ്ടി വിവേചിക്കണം ആത്മാവിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടാത്മ വ്യാപാരങ്ങളെ നീ ശ്വാസിക്കണം. പൗലോസ് അങ്ങോട്ട് പോകുമ്പോ ഒരു പെണ്ണുമ്പിള്ള കൂടെ പറഞ്ഞു, ഇതാ
ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം ഉപദേശിക്കുന്നവർ എന്തോ ഒരു പ്രവചനമാ, പച്ചലയും കത്രിയ പോലെ. ഇത് മതിയായിരുന്നല്ലോ ഒരു കാലത്ത് ഗൾഫുകാർക്ക്. അനങ്ങുന്നില്ല. ഇന്നാണ് പറഞ്ഞതിന് എൻ്റെ ദൈവദാസ എന്തോ ദൂത 3 ദിവസം സ്പെഷ്യൽ ഉപവാസപ്രാർത്ഥന വെച്ചിട്ട് അവളെ വിളിക്കാവുന്നത്. ദൈവകൃപയുള്ള പൗലോസ് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ നീ കൃപാവരങ്ങൾ പ്രാപിച്ചോണം, വിവേചന വരം പ്രാപിച്ചോണം. ഈ അന്ത്യകാലത്ത് കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ ദുഷ്ട പിശാച് പദ്ധതി ഇറക്കുമ്പോൾ സഭയോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുക, ദൈവകൃപയില്ലാത്ത, അഭിഷേകമില്ലാത്ത, അഭിഷേകത്തെ തറയുന്ന, അഭിഷേകത്തെ തകർക്കുന്ന, പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്ന ഒരെണ്ണത്തെ സ്റ്റേജിൽ കയറ്റരുത്. ശക്തിയോടെ കരങ്ങൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. കമ്മിറ്റിയൊക്കെ ദൈവകൃപയെ പ്രാർത്ഥിച്ചോണം. കർത്താവേ, അഭിഷേകമില്ലാത്ത, ദൈവകൃപയില്ലാത്ത, ദുരാത്മ വ്യാപാരമുള്ള, അന്യത ഉപദേശിക്കുന്ന ഒരുവൻ ഞങ്ങളുടെ ഹോളിനകത്ത് കയറരുത്. കരങ്ങൾ അടിച്ച് അന്യഭാഷ ആത്മാ നിറവിൽ ദൈവത്തെ കുതിച്ചാരാധിക്കുന്ന രാത്രി. ഞാൻ ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് പറയാം. പരിശുദ്ധാത്മാവിനെ കെടുത്തുന്ന, ആത്മീയ ആരാധനയെ വിമർശിക്കുന്ന, കൃപാവരങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ഇത് പെന്തക്കോസ്തു സഭയാ. ഇതെന്നല്ല, ഞാൻ പെന്തക്കോസ്തില് ജനിച്ചു വളർന്നവനും ആ ഉപദേശവും വിശുദ്ധിയിലും പ്രമാണത്തിലും ശക്തിയിലും നിൽക്കുന്നവനാ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു പക്ഷേ IPCയിൽ അംഗത്വം കാണും, നിങ്ങൾ KGയിൽ അംഗത്വം കാണും, നിങ്ങൾക്ക് ചർച്ച് ഓഫ് ഗോഡിൽ അംഗത്വം കാണും, നിങ്ങൾക്ക് ന്യൂ ഇന്ത്യയിൽ അംഗത്വം കാണും, നിങ്ങൾക്ക് ഷാരോനിൽ അംഗത്വം കാണും, ഇവിടെ എല്ലാ അംഗത്വം കാണും. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയാൽ ഈ രാത്രി വരെ നിങ്ങൾ നിറയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പെന്തക്കോസ്തുകാരനായിട്ടില്ല. കാരണം പെന്തക്കോസ് ഒരു ആചാരമല്ല, പെന്തക്കോസ് ഒരു അനുഷ്ഠാനമല്ല, പെന്തക്കോസ് ഒരു മതമല്ല, പെന്തക്കോസ് ഒരു സംഘടനയല്ല. ഇത് യഥാർത്ഥ അനുഭവമാ. ഇത് പ്രാപിച്ചവനാ പെന്തക്കോസുകാരൻ. ആ പെന്തക്കോസ്തുകളിൽ പെന്തക്കോസ്തിനെ വിമർശിക്കുന്ന, അഭിഷേകത്തെ വിമർശിക്കുന്ന, പ്രവചനത്തെ വിമർശിക്കുന്ന, വെളിപ്പാടിനെ വിമർശിക്കുന്ന പ്രസംഗം ഉയരരുത്. സ്തോത്രം. സകലവും ശോധനയും നല്ലത് മുഴുവൻ പിടിക്കാം. ഞാനൊരു സ്ഥലത്തിൽ നമ്മൾ പറഞ്ഞു, ഇപ്പം ഇത്ര പല പല ആത്മാക്കൾ വ്യാപരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാത്മാവും വേണ്ടെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ 750 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങളോടാ ചോദിക്കുന്നുണ്ടോ? 1500 കണ്ടിട്ടുണ്ടോ? കള്ളനോട്ട് 2500യോ? പുള്ളി തന്നെ സൂക്ഷിച്ച് നോക്കുന്നു. നല്ല നോട്ട് കണ്ടിട്ടില്ല, പിന്നല്ലേ കള്ളനോട്ട്. അല്ലേ? അപ്പൊ മക്കളെ, നല്ല നോട്ടിനെ കള്ളനോട്ടുള്ളൂ. ഒറിജിനൽ വെളിപ്പാടുള്ളത് കൊണ്ടാ വ്യാജ വെളിപ്പാട്. ഒറിജിനൽ പ്രവചനം ഉള്ളത് കൊണ്ടാ വ്യാജ പ്രവചനം. ഒറിജിനൽ ആത്മാവ് ഉള്ളത് കൊണ്ടാ വ്യാജാത്മാവ്. എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളത് ഒന്ന് ശോധന ചെയ്ത് കൊള്ളണം. ഏതോ ദിവസം എന്താ പറഞ്ഞ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിരിക്കുന്നു. ആരാലാ പ്രാപിച്ചത് അഭിഷേകം? ബീമോനച്ചനാലല്ല, തോമസ് പാസ്റ്ററാലല്ല. നിന്നെ അഭിഷേകം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമത്രേ. ഒന്നുകൂടെ കൈയൊന്ന് അടിച്ചോ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കോ. ഞാൻ മനസ്സിലാക്കി തരാം. ആരാണ് ആത്മാവിനെ തരുന്നത്? ഉയരത്തിൽ നിന്നാണ് ആത്മാവ് വരുന്നത്. നിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് വരുന്നു. ഞാൻ മനസ്സിലാക്കി തരാം. വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം കർത്താവിന്റെ കയ്യിൽ നിന്ന് സൗജന്യമായി വാങ്ങട്ടെ. ആരാണ് ആത്മാവിനെ തരുന്നത്? എന്റെ മുഖത്ത് നോക്കൂ, പറയാം. പ്രവാചക വരണ്യനായ ഏലിയാവ് തന്റെ ശിഷ്യനായ എലീശ ഏലിയാവിനോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക്
എന്ത് ചെയ്ത് തരണം? ഏലീശയുടെ മറുപടി എന്താ? നിന്റെ പ്രസംഗവരം എനിക്ക് തരൂ, നിന്റെ പ്രവചനവരം എനിക്ക് തരൂ, നിന്റെ രോഗശാന്തി എനിക്ക് തരൂ. അതാണ് ചോദിച്ചേ? അല്ല. ഏലീശ പറഞ്ഞു, അച്ചായൻ്റെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് അച്ചായന്മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയാ എന്ന് പറഞ്ഞാൽ ഏലീശയ്ക്കറിയാം ഇതുണ്ടോ അത് നടക്കും. ആത്മാവുണ്ടോ ഇന്ന് രാത്രിയിലും അത്ഭുതം നടക്കും. ആത്മാവുണ്ടോ ഇന്ന് രാത്രിയിലും പ്രവചനം നടക്കും. ആത്മാവുണ്ടോ ഇന്ന് രാത്രിയിലും രോഗശാന്തി നടക്കും. ഓ ഷാമോനിയ 43:13 ഇന്നും ഞാൻ അനന്യൻ തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, ഞാൻ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് വിളിച്ചു പറയാൻ, ഞാൻ പ്രവർത്തിക്കും. ആർ തടയും? എബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ഉണ്ണൂണിസാറിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം, കുക്കുസായിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ടി.ജി. ഉമ്മന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനത്രേ. ഇന്നും ഞാൻ പ്രവർത്തിക്കും, ഇന്നും ഞാൻ പ്രവർത്തിക്കും, ഈ രാത്രിയിൽ ഞാൻ പ്രവർത്തിക്കും. ആർ തടയും? ആർ തടയും? ആർ തടയും? ആർ തടയും? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തുടങ്ങിയാൽ ആർക്ക് തടയാൻ കഴിയും? ആർക്ക് തടയാൻ കഴിയും? ആർക്ക് തടയും കഴിയും? ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെയാണ്: When I act, who will set it aside? When I act, who will postpone it? ഞാൻ പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് ആർക്കും മാറ്റിവെക്കാൻ കഴിയും? ആർക്കും മറ്റൊരു സൈഡിലേക്ക് കൊണ്ടാൻ കഴിയും? ആർക്കത് മറ്റൊരു ദിവസത്തേക്കാക്കാൻ കഴിയും? നോ വൺ. ഒരുത്തനും കഴിയില്ല. ഈ രാത്രി നിന്നോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തുടങ്ങിയാൽ ഒരുത്തനും തടയാൻ കഴിയില്ല, ഒരുവരും തടയാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുന്നു, ആർക്കും തടയാൻ കഴിയാത്ത, ആർക്കും തടയാൻ കഴിയാത്ത ഒരു ആത്മപ്രഭാകം ദൈവം നമ്മുടെ സഭയിൽ അയക്കാൻ പോകുന്നു, നമ്മുടെ കേരളത്തിൽ അയക്കാൻ പോകുന്നു, നമ്മുടെ ഇന്ത്യയിൽ അയക്കാൻ പോകുന്നു. Hallelujah. Jesus. Jesus. ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുടെയും കൺസെന്റ് വേണ്ട. ഞാൻ എഴുതി വെച്ച് പ്രസംഗിക്കുന്നതല്ല, വാക്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഓരോ ദൂത് ഇവിടെ ആർക്കും വേണ്ടതാ. ദൈവത്തിന് കൺസെന്റ് വേണ്ട. ഞാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സെൻട്രൽ പാസ്റ്ററാണ്, ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. 40-ലധികം പാസ്റ്റർമാർ സഭ എന്നോടൊപ്പം ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരു അവസാന വാക്ക് IPCയിലെ സെൻട്രൽ പാസ്റ്ററാണ് അവിടുത്തെ അവസാന വാക്ക്, അല്ലേ? എൻ്റെ പല കാര്യം സെൻട്രൽ പാസ്റ്റർ ചോദിക്കണം എന്ന് പറഞ്ഞാൽ സെൻട്രൽ പാസ്റ്ററോട് മൂപ്പ് ചോദിച്ചിട്ടേ പലരും ചെയ്യാനൊക്കത്തുള്ളൂ. അതൊക്കെ നമ്മുടെ സിസ്റ്റങ്ങളാണ്. അതിനപ്പുറത്ത് സ്റ്റേറ്റ് കൗൺസിലുണ്ട്, അതിനപ്പുറം ജനറൽ കൗൺസിലുണ്ട്. ഇതൊക്കെ ശരിയാ. ഇതൊക്കെ റെഡി ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം നിന്നോട്, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരുത്തൻ്റെ മൂപ്പ് ചോദിക്കത്തില്ല. ഒരുത്തൻ്റെ ഇഷ്ടാനിഷ്ടം അവന് പ്രശ്നമല്ല. ഭീമോനച്ചനോട് ചോദിച്ചിട്ടല്ല എൻ്റെ ദൈവം എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഭീമോനച്ചനോട് അനുവാദം ചോദിച്ചിട്ടല്ല വിശ്വാസിയെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവം ആരോടും അനുവാദം ചോദിക്കില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പോൾ അവൻ ആരുടെ ആവശ്യമില്ല അനുവാദത്തിന്റെ. എത്ര പേർ വിശ്വസിക്കുന്നു? കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ഈ രാത്രി റിസീവ് ചെയ്യ, യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്യ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവത്തിന് ചില ചെയ്യുവാൻ പദ്ധതിയുണ്ട്. ഓഹോ, ആരുടെയും അനുവാദം വേണ്ട. ദൈവത്തിന് ആരുടെ അനുഭവം വേണ്ട. അപ്പം ഏലീശയോട് പറഞ്ഞു, ഏലീശ പറഞ്ഞു, നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഉടനെ ഏലീശ എന്നാ പറഞ്ഞേ? ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് കൊടുത്തോ? പറ നീ അല്പം പ്രയാസമുള്ള കാര്യമാകുന്നു എന്നോട് ചോദിക്കുന്നേ. അതിൻ്റെ അർത്ഥം എന്താ? സഹോദര, ആത്മാവിനെ തരാൻ നോ റൈറ്റ്. നിനക്ക് ആത്മാവിനെ തരാൻ എനിക്ക് അധികാരമില്ലെന്ന്. അതല്ലേ കറക്റ്റ്? ആരാ ഏലിയാവ്? ഏലിയാവ് ആരാ? ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ,
ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ തീ ഇറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്നവൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ജീവച്ഛവങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഴ ഇവിടെ പെയ്യാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ തീ ഇറങ്ങാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ജീവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ തീയിറക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്ന ഏലിയാവിന് ആത്മാവിനെ തരാൻ അധികാരമില്ലെങ്കിൽ ആർക്കുണ്ട് ഇവിടെ അധികാരം? മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കാനേ ഉള്ളൂ. JP അല്ല കൈവച്ചപ്പോഴാണോ കിട്ടിയേ? ഇത് ചുമ്മാ അങ്ങനെ പഠിപ്പിക്കരുത്. കൈവക്കാം, യോശന്മാർ കൈവക്കുന്നു, പ്രാർത്ഥിക്കുന്നൊക്കെ അനുഗ്രഹം വിടുതലുവാ. കൈവച്ച് പ്രാർത്ഥിക്കാനുണ്ട്, ശാസിക്കാനുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആത്മാവിനെ തരാൻ ഈ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. ഇതാണ് ഈ വേദപുസ്തക പ്രവചനം. ഇത് തരാൻ അധികാരം ഉയരത്തിലുള്ളവനാ. അവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ തൂത്തുവിടാമെന്നല്ല പറഞ്ഞത്, ആത്മ നദിയെ നിന്റെ അകത്തുനിന്ന് ഒഴുക്കി വിടും. ആർക്കാണ് അഭിഷേകം? ആർക്കാ കിട്ടുന്നത്? തന്നോട് ചോദിക്കുന്ന ഏവർക്കും. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും? ഒന്ന്, ചോദിക്കണം. രണ്ട്, ദാഹിക്കണം. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവനും സമുദ്രമാകട്ടെ. വെളിപ്പാട് 22:17. 3, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. പോസ്റ്റപ്രവൃത്തി 5:32. അനുസരിക്കുന്നവർക്ക്. മാനസാന്തരം 2:37. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ഇതൊക്കെയാ വ്യവസ്ഥ. നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കുറ്റം പറയരുത്. ദൈവമക്കൾ ആരാധിക്കുന്നത് കണ്ണും തുറന്നുകൊണ്ടിരിക്കരുത്. ആരൊക്കെ തുള്ളുന്നു, ആരൊക്കെ കൈയടിക്കുന്നു, നിന്നെ ഏൽപ്പിച്ചിട്ടില്ല കണക്കെടുക്കാൻ. അതൊക്കെ തമ്പുരാൻ എടുത്തോളും. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുമ്പോൾ ചുമ്മാ കണ്ണും വിളിച്ചിരുന്ന് കുറ്റപ്പെടുത്തരുത്. അഭിഷേകത്തെ നീ കുറ്റപ്പെടുത്തരുത്. ഇത് കളിയാണ്, തീക്കളിയാ. ഏതും ദൈവം ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ദൈവം ക്ഷമിക്കത്തില്ല. ഇത് അഭിനയമാണോ? നീ എന്തോ ചിന്തിക്കുന്നത്? ഇത് അഭിനയമല്ല. ഹല്ലേലൂയ. ഇത് യഥാർത്ഥ അനുഭവമാണ്. D.L. മൂഡി എന്ന ദൈവദാസൻ, D.L. മൂഡി പവർ ഫ്രം ഹൈ എന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിലെഴുതിയിരിക്കുന്നത്, D.L. മൂഡി ഇങ്ങനെ ഒരിക്കൽ റോഡിലൂടെ പോവുകയാണ്. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. കുറേ നാളത്തെ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞു, കർത്താവേ ഇത് സത്യമാണെന്ന് കേൾക്കുന്നു, അതുകൊണ്ട് ഇത് എനിക്ക് വേണം. അദ്ദേഹം ഭക്തനായതുകൊണ്ട് പ്രാർത്ഥിച്ചുടനെ ആത്മവ്യാപാരം വന്നു. അതിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹം റോഡിലൂടെ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. D.L. മൂഡി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇപ്പം വേണ്ട, വല്ലവരും കണ്ടാൽ പറയും D.L. മൂഡി ഇതാ വെള്ളം അടിച്ച് കിറങ്ങി റോഡിലൂടെ നടക്കുന്ന, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. D.L. മൂഡി കുറച്ചങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ്റെ ഒരു വീട് കണ്ടു. അദ്ദേഹം മുട്ടി വിളിച്ചു. കഥ തുറന്നു. സ്നേഹിതൻ ചോദിച്ചു, എന്താ വേണം? D.L. മൂഡി പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊരു മുറി വേണം. മുറി കൊടുത്തു. D.L. മൂഡി അകത്തോട്ട് ചെന്ന് മുട്ടുകുത്തി കൈ സ്വർഗത്തേക്ക് വിരിച്ചിട്ട് പറഞ്ഞു, കർത്താവേ D.L. മൂഡി എന്ന മൺപാത്രം ഇതായി വിടിരിക്കുന്നു. ഈ അത്യന്ത ശക്തി മതിയാവോളം ഇമ്മൻപാടത്തിൽ പകരണം. D.L. മൂഡി പ്രാർത്ഥിച്ച് കഴിഞ്ഞതും ഇടിമിന്നൽ കണക്ക് ദൈവശക്തി നിറഞ്ഞു. റബ്ബർ പന്ത്, കാറ്റ് നിറച്ച റബ്ബർ പന്ത് പോലെ D.L. മൂഡി ആ റൂമിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. രാവിലെ ആരംഭിച്ച ആത്മീയ നൃത്തം വൈകുന്നേരം വരെ നീണ്ടു. വൈകുന്നേരമായപ്പോൾ D.L. മൂഡി വിളിച്ചു പറഞ്ഞു, കർത്താവേ മതി, ഇത് മൺപാത്രമാ, ഇനിയും പകർന്നാൽ ഇത് പൊടിഞ്ഞു പോകും. നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? എന്നെ ഇന്ന് രാത്രി നിറയ്ക്കണേ അപ്പാ എന്ന് പറഞ്ഞ് കരയാമോ? നിന്നെ നിറയ്ക്കാതെ ഇന്ന് രാത്രി കർത്താവ് ഇവിടുന്ന് ഇറക്കി വിടില്ല. മക്കളെ, സഭായോഗത്തിന് ഇട വേണമെന്നില്ല. നീ തന്നെ നിന്റെ റൂമിൽ കുട്ടി കർത്താവേ നിറയ്ക്കണേ എന്ന് കരയണം. അവിടെ അഭിഷേകം ഇറങ്ങി വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോകും മുമ്പ് അറ്റ് എനി കോസ്റ്റ് ഒരാത്മാഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിച്ചോണം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ലോകം മുഴുവൻ എത്രയോ നന്നായി ആത്മാവ് സഭായത്തിനൊക്കെ വന്ന കുഞ്ഞുങ്ങളൊക്കെ പിശാചിൻ്റെ പിടിയിലാണ്, സാത്താനി ആരാധനയിലാണ്. വേദപുസ്തകം പറയുന്ന ദൈവത്തിൻ്റെ അഭിഷേകം അവനിൽ വ്യാപരിക്കുന്നതുകൊണ്ട് ദുഷ്ടൻ അവനെ തൊടാൻ കഴിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം.
ഈ അഭിഷേകം പ്രാപിച്ചുകൊണ്ടുള്ള ഗുണം എന്താ? അതുകൊണ്ടൊന്ന് പറഞ്ഞുവിടാ. എന്തിനാണ് ദൈവം ആത്മാവിനെ തരുന്നത്? എന്തിനാണ് ആത്മാവിനെ തരുന്നത്? എല്ലാം വിവരിക്കാൻ നേരമില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ, യോഹന്നാൻ 16:7-8, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ. 2, ജയജീവിതം ചെയ്യുവാൻ. സ്തോത്രം. ഈ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ. 3, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ. 4, ഇവിടെ പാസ്റ്റർ പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പിനും രൂപാന്തരത്തിനും വേണ്ടി. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. സോ അതിൽ 2 കാര്യം പറഞ്ഞ് നമുക്ക് ആരാധിച്ച് പിരിയാൻ കൃത്യസമയത്ത് നിർത്തണമല്ലോ. അതായത് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ, ജയജീവിതം ചെയ്യുവാൻ. ശിഷ്യന്മാർ ചോദിച്ചു, എങ്ങനെ നടക്കും? ഈ ഭൂലോകത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കണം. കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി വരും, അപ്പോൾ അസാധ്യം സാധ്യമാകും. നിന്നെ കൊണ്ട് സാധിക്കാത്തത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ. ദാവീദിന്മേൽ ആത്മാവ് വന്നപ്പോൾ കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, അവൻ സിംഹത്തെയും കരടിയെയും വലിച്ചു കീറി. അവനെ വിഴുങ്ങാൻ വന്നതിനെ അവൻ തകർത്ത് കളഞ്ഞു. അവനെ കീറാൻ വന്നതിനെ അവൻ കീറിക്കളഞ്ഞു. രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നത്, ഹല്ലേലൂയ, നിന്നെ തകർക്കാൻ വരുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ നീ തകർത്ത് കളയണം. നിന്നെ കീറാൻ വരുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ നീ കീറിക്കളയണം. നിന്നെ വിഴുങ്ങാൻ വരുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ നീ തകർത്ത് കളയണം. ശക്തിയോടെ ദൈവത്തെ ആത്മാവിൽ കുതിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആബാ ശമറകുന സംതുനിയ റികൊൽകനി ഉഡമ ശകോനിയ അംതുന. എന്തിനാണ് കുഞ്ഞെ ദൈവം നിന്നെ ആത്മാവിനാൽ നിറച്ചത്? കേവലം ചില അന്യഭാഷകൾ പറഞ്ഞു നിർത്താൻ വേണ്ടിയല്ല. കൂടെ ആരുമില്ലാതിരിക്കുമ്പോൾ, കയ്യിലൊന്നുമില്ലാതിരിക്കുമ്പോൾ, നിന്റെ ഏകാന്തതകളിൽ നിന്നെ തകർക്കാൻ വരുന്ന, നിന്നെ വിഴുങ്ങുവാൻ വരുന്ന പാപത്തിന്റെ ഭോഗേച്ഛകളെ തകർക്കുവാനുള്ള, വലിച്ചു കീറുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുക. ആത്മാഭിഷേകം ജയജീവിതത്തിനാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം തരുന്ന ഞാൻ പറഞ്ഞ സ്വർഗത്തിലെത്തിക്കാൻ കൂടാ നമ്മളെ. അതായത് ഇവിടുന്ന് മേളോട്ട് വരുന്ന ബഹിരാകാശ പേടകങ്ങളുടെ സ്പീഡ് ഞാൻ പറയാം. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 2,38,000 മൈൽ അകലെയാണ്. ഇപ്പോഴത്തെ സ്പീഡ് മണിക്കൂറിൽ 25,000 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന വാഹനമേ ഇപ്പോൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെടുള്ളൂ. ആ 25,000 മൈൽ വേഗത്തിൽ പോകുന്ന വാഹനത്തിൽ പോയാൽ 65 മണിക്കൂർ എടുക്കും അവിടെ ചെല്ലാൻ. എവിടെ? ചന്ദ്രനിൽ ചെല്ലാൻ. എന്നാൽ 2,00,000 മൈൽ വേഗത്തിൽ പായുന്ന വാഹനം കണ്ടുപിടിക്കപ്പെട്ടാൽ, അതിൻ്റെ ശ്രമത്തിലാണ്. 2,00,000 മണിക്കൂറിൽ 2,00,000 വേഗത്തിൽ പായുന്ന ഒരു വാഹനം കണ്ടുപിടിച്ചാൽ ചന്ദ്രനിലെത്താൻ 3 മണിക്കൂർ മതി. ശുക്രൻ എന്ന നക്ഷത്രം 3 കോടി മൈൽ അകലെയാണ്, 3 കോടി ഭൂമിയിൽ നിന്ന്. അവിടെ ഇപ്പോൾ എത്തണമെങ്കിൽ ഇപ്പോഴത്തെ സ്പീഡ് വെച്ച് 10.5 മാസം എടുക്കും. പക്ഷേ 2,00,000 മൈൽ ഭാഗത്തിൽ കണ്ടുപിടിച്ചാൽ 2 ആഴ്ച കൊണ്ട് അവിടെ ചെല്ലാം. ചൊവ്വ നക്ഷത്രം 4.5 കോടി മൈൽ അകലെയാണ്. ഇപ്പോഴത്തെ സ്പീഡിൽ ചെന്നാൽ അവിടെ ചെല്ലണമെങ്കിൽ 1.5 വർഷം എടുക്കും. ഇപ്പോൾ 2,00,000 മൈൽ വേഗത്തിൽ പാഞ്ഞാൽ അവിടെ എത്താൻ 3 ആഴ്ച മതി. സൂര്യൻ ഇവിടുന്ന് 9.5 കോടി മൈൽ അകലെയാണ്. ഇപ്പോഴത്തെ സ്പീഡിൽ പോയാൽ ഇവിടുന്ന് ഒരു വണ്ടി, ഇപ്പോഴത്തെ ഏറ്റവും വേഗതയുള്ള വാഹനം അങ്ങോട്ട് പോയാൽ അവിടെ എത്താൻ 3 വർഷം എടുക്കും. എന്നാൽ 2,00,000 മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ചാൽ 7 ആഴ്ച കൊണ്ട് അവിടെ ചെല്ലാം. ഇവിടെ സൂര്യനിൽ ചെല്ലാം. പക്ഷേ നക്ഷത്രം അവിടെങ്ങും അല്ല, അതിനപ്പുറത്താ നക്ഷത്രം. അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം പ്രോക്സിമയാണെന്നിരിക്കട്ടെ, ആ നക്ഷത്രം ഇപ്പോൾ 26 ലക്ഷം കോടി മൈൽ അകലെയാണ്. 26 ലക്ഷം കോടി മൈൽ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? സ്വതന്ത്രം. അവിടെ ഇപ്പം ചെല്ലണേ 7,20,000 വർഷം വേണം. ഇപ്പോഴത്തെ വാഹനത്തിൽ കയറി അങ്ങ് ചെല്ലണേ. ആരവിടെ ചെല്ലും? 7,24,000. 7,20,000 വർഷം. ഈ 2,00,000 മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ച ഒരാളെ അങ്ങോട്ട് വിട്ടാലും ആ പുള്ളി അവിടെ ചെല്ലാൻ 14,000 വർഷം എടുക്കും. ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പർദീസയുടെ കവാടം ശുക്രനടുത്തല്ല, പ്രോക്സിമയ്ക്കടുത്തല്ല. സൈമൺ സാറ് പാടിയതുപോലെ 1,000 കോടി വാനങ്ങൾക്കപ്പുറവാ. ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അല്ലെന്നോ ഇല്ലെന്നോ ഒന്ന് പറയണേ. ഹല്ലേലൂയ. 1,000 കോടി വാനഗോളങ്ങളെ താണ്ടി ദൈവത്തിൻ്റെ സഭ നിത്യതയുടെ തീരത്തെത്താൻ എത്ര വർഷം എടുക്കുക വെച്ചാ? 14,000 വർഷം എടുക്കുമോ? ഉറക്കപ്പുറ എടുക്കുമോ?
ഇല്ലെന്നുറക്കം പറവെക്കുമോ? 14 വർഷം എടുക്കുമോ? 14 ദിവസം എടുക്കുമോ? 14 മണിക്കൂർ എടുക്കുമോ? 14 സെക്കൻഡ് എടുക്കുമോ? ഇല്ല 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 ഇല്ല. കണ്ണിമയ്ക്കുന്നിടയിൽ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. അതെങ്ങനെ സംഭവിക്കും? യേശു ക്രിസ്തുവിനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്തിയുള്ള ശരീരത്തോട് അനുഭവപ്പെടുത്തും. ഒന്ന് കൈയടിച്ചേ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ഒരു ഉദാഹരണം മനസ്സിലാക്കി നിർത്താം. നമ്മൾ പാടി ആരാധിക്കാൻ പോകുക. നമ്മളെ മരണം, ശവമടക്ക്, ശവമഞ്ചം, ശവപ്പെട്ടി, മരണവാർത്ത, നമ്മുടെ മരണമൊക്കെ അടുത്ത ദിവസം ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്ന പോലും പേടിയാണ്. നമുക്ക് രക്തചായതയൊക്കെ അങ്ങ് പാറും അല്ലേ. മരണം മനുഷ്യന് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. മരണത്തെക്കുറിച്ച് പ്രത്യാശയേറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. ഇതുപോലുള്ള പാട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയാതെ നമ്മൾ ചലിക്കാൻ തുടങ്ങും. മരണമെന്ന് നമുക്ക് ഇഷ്ടമല്ല അല്ലേ. മരണം നമുക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പൂരേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പൂരേ. ഓ പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. നമുക്ക് ഇത് തന്നെ പാടാൻ റെഡി ആയിക്കോ. നമുക്ക് സമയമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചു. നമ്മളെല്ലാം ചെയ്തേ. വിമോനച്ചനും ഇഷ്ടമല്ല ഇവിടുന്ന് പോകുന്നത്. ആർക്കാ ഇവിടെ ഇഷ്ടം? എല്ലാവർക്കും ഇവിടെ കിടക്കണമെന്നാ അല്ലേ. ഇവിടെ മരണമെന്ന് കേൾക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ഈ പാട്ടൊന്ന് പാടി നോക്കി, ഒരു കുതിപ്പാ അല്ലേ. എന്താ കാര്യമെന്നറിയാമോ? ഇതിനകത്തിരിക്കുന്നവന്റെ ചിന്ത ഇവിടുന്ന് അങ്ങ് പോകണമെന്നാ. പ്രത്യാശയുള്ള ദൈവമൊക്കെ കാതയത്തെ ശ്രദ്ധിക്കുക. അതാ ഞാൻ പറഞ്ഞു, ഇടപെടെ പിടിച്ചിട്ടോണ്ടിരിക്കുക. ഇതിനകത്തിരിക്കുന്നവർ എപ്പോ അങ്ങോട്ടങ്ങ് പോകാമെന്നൊരു വലിവാ. രക്ഷിക്കപ്പെട്ടവനേ ഉള്ളത് കേട്ടോ. യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധർ ഉയർക്കാറായി. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയാൽ നിറയപ്പെടാം. ദുഷ്ടാത്മ വ്യാപാരങ്ങൾ എതിർത്ത് നിൽക്കാം, പോരാടാം, ജയം പ്രാപിക്കാം. നമുക്കെല്ലാം എഴുന്നേൽക്കാം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ഞങ്ങളുടെ മാസയോഗത്തിൽ ദൈവനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ദൈവശക്തി ആവരിക്കാൻ തുടങ്ങി. മാസയോഗത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ 10-12 പേര് അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തിയാൽ നിറയണം. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണ്. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ പുത്രിമാർ ദർശനങ്ങളെ കാണും. ഇന്ന് രാത്രി കണ്ണടച്ചേ, കർത്താവിനോട് പ്രാർത്ഥിച്ചേ, കർത്താവെ നിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണേ. അന്യഭാഷ അടയാളത്തോട് ആത്മനിറവിൽ അങ്ങേ ആരാധിപ്പാൻ എനിക്ക് കൃപ തരണമെന്ന് ഇതുവരെ ആത്മാഭിഷേകം പ്രാപിക്കാത്തവർ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഞാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചാട്ട് കർത്താവെ എനിക്കൊരു പുത്തൻ അഭിഷേകം വേണമെന്ന്. ഇന്ന് രാത്രി അഭിഷേകത്താൽ നിറയാത്തവർ, അഭിഷേകത്താൽ നിറയാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ട്. അഭിഷേകത്താൽ അന്യഭാഷ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. കൈ ഉയർത്തി പിടിച്ചാട്ട്. കരങ്ങൾമേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകും. കൃപാവരങ്ങൾ ആഗ്രഹിക്കുന്നവർ കരം ഉയർത്തി പിടിച്ചാട്ട്. കൃപാവരങ്ങളാൽ പിതാവേ നിന്റെ ജനത്തിൽ നിന്റെ ശക്തി വ്യാപരിക്കണമേ. നിന്റെ അഭിഷേകത്തെ പകരണമേ. ഈ മുട്ടോളമല്ലപ്പ, നരയോളമല്ലപ്പ, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയൊരു ആത്മപ്രഭാഗത്തിലേക്ക് ഞങ്ങളെ ഇറക്കണമേ. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. നിന്റെ ജനം ആത്മാവിൽ നിറയട്ടപ്പ. നിന്റെ കരവരെ തൊടാൻ പോകിയാൽ സ്തോത്രം. ശക്തി വ്യാപരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് അല്പസമയോടൊന്ന് കൈയടിച്ച് ആരാധിച്ചേ. പിന്നെ പാടിയാൽ മതി. എല്ലാവരും ഒന്ന് ആരാധിച്ചേ. മക്കളെ നിങ്ങളുടെ ശരീരം വിട്ടുകൊടുത്തേ.
സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിലാണ് യഹോവയുടെ പാട്. സൈന്യത്തെ കൊണ്ട് കഴിയാത്തത്, ശക്തിയെ കൊണ്ട് കഴിയാത്തത് എന്റെ ആത്മാവിനാൽ സാധിക്കും. ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗാത്മാവെ വിട്ടുമാറുക, ദുഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമെ വിട്ടുമാറുക. ജനം വിടുതൽ പ്രാപിക്കട്ടെ, ജനം വിടുതൽ പ്രാപിക്കട്ടെ. നന്മയുടെ ഉറവകൾ തുറന്നു വരട്ടെ. തലമുറ ആത്മാവിൽ ആരാധിക്കട്ടെ. Yes, yes. എങ്കിലും അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഈ രാത്രിയിലും ദൈവം തന്നെ ശക്തിയാൽ നമ്മെ നിറച്ചു തോർത്ത് കൈ ഉയർത്തിയ ശക്തിയോട് ദൈവത്തെ സ്തുതിക്കും.